ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പോലെ രണ്ട് കുരുന്ന മക്കളല്ലേ. അതുകൊണ്ട് നമുക്കൊരു വീട് വെച്ച് കൊടുക്കണ്ടേ? അലിയാർ തങ്ങൾ ചാടിയിറങ്ങുകയാണ്. ഞാനുണ്ടെന്ന് പറയുമ്പോ അലിയാർ തങ്ങൾക്ക് വീടിന്റെ ആവശ്യമുണ്ട്. എന്നിട്ട് പോലും ഖുർആനിന്റെ ആയത്തെന്താ? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമോ വഅസീറാ. നിങ്ങൾക്ക് കടങ്ങൾ ഉള്ളതിനോടൊപ്പം, നിങ്ങൾക്ക് വിഷമം ഉള്ളതിനോടൊപ്പം, നിങ്ങൾക്ക് ദാഹമുള്ളതിനോടൊപ്പം, നിങ്ങൾക്കും ഒരുപാട് പ്രയാസമുള്ളതിനോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഖുർആൻ അവിടെന്ന് പറഞ്ഞുവെങ്കിലോ ആശയത്തിന്റെ ശീർഷകത്തിന്റെ ചോട്ടിലൂടെ അലിയാർ തങ്ങൾ ചെല്ലുകയാ. ചെന്നുകൊണ്ട് അവിടെന്ന് പാറയെടുക്കുന്നുണ്ട്, മണൽ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കണ്ടിട്ട് അലിയാർ തങ്ങൾ മുന്നിൽ നിന്ന് ആ വിധവയായ പെണ്ണിനൊരു വീട് വെച്ച് കൊടുക്കുമ്പോ അന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവര് മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ പെണ്ണ് വീടിന്റെ മറയിൽ നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീട്ടിന് പകരം അള്ളാഹു നിങ്ങൾക്ക് സ്വർഗീയ വീട് തരട്ടെ. അപ്പോഴതാ ഒരു കുരുന്നു മോൻ അവിടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാ. കേവലം ഒരു കെട്ടുകഥയല്ല. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. സഅത്തുൽ മജാലിസ് എന്ന് പറയുന്ന കിതാബില് 212 പേജിൽ ഒരുപാട് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്റെ കൂട്ടുകാരെ, അവസാനമായി ആ കുരുന്നു മകൻ ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് കൈപിടിച്ചു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിച്ചിട്ട് പറയാ, വീടായല്ലോ, ഞങ്ങളുടെ വിശപ്പ് കൂടെ ഒന്ന് മാറ്റിത്തരുമോ? എന്റെ ഉമ്മ ഒരു പാപമാ, എന്റെ അനുജൻ ഒരു പാപമാ, എന്റെ ഉമ്മ എവിടെയും ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വേണമെന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ടിരുന്ന അലിയാർ തങ്ങൾ തൊട്ടടുത്തുണ്ട്. അലിയാർ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിലേക്ക് ജോലിക്ക് പോവുകയാ. അന്ന് അവിടെ നിന്ന് ചെയ്ത ജോലിക്കുള്ള ശമ്പളം കിട്ടിയപ്പോ അന്ന് ജോലി മുഴുവനും ചെയ്തത് ഈ പ്രിയപ്പെട്ട കുരുന്നു മക്കൾക്ക് ഭക്ഷണം മേടിക്കാൻ അലിയാർ തങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോഴും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരെ, എന്റെ ഉപ്പമാരെ, എന്റെ പെങ്ങളെ, വീടിന്റെ അകത്തട്ടിൽ പൊന്നുമക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയുടെ തുണിക്കോന്തലയിൽ പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴും ഇവിടെ പാവപ്പെട്ട മക്കളുടെ കണ്ണുനീർ